അസ്സലാമു അലൈക്കും. കയ്യിലെ മൈലാഞ്ചി മായുന്നതിന് മുമ്പേ ഒരു പുതുമണവാട്ടിയുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ. മധുവിധു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മണവാളനായ ആഷിഖും അതുപോലെ തന്നെ മണവാട്ടിയായ നൗഷിജയും ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. എന്നാൽ തിരിച്ചു വരുന്നത് നൗഷിജയുടെ വെള്ള പുതപ്പിച്ച മയ്യത്താണ് എന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കുമോ? അത്രയ്ക്ക് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ആഷിഖ് എന്ന് പറയുന്ന വ്യക്തി അപകടത്തിൽപ്പെട്ട് അതുപോലെ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. നൗഷിജയുടെ മരണം ഇതുവരെ ആഷിഖിനെ അറിയിച്ചിട്ടില്ല. വിധിയുടെ ക്രൂര വിളയാട്ടമെന്നല്ലാതെ ഇതിനെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും? കാരണം ഒരു ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന നൗഷിജയെയും അതുപോലെ തന്നെ 6 സുഹൃത്തുക്കൾക്കും മേക്ക് വണ്ടി ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. കഴിഞ്ഞ മാർച്ച് 28-നായിരുന്നു പാലക്കാട് കൊടുവായൂർ സ്വദേശി ആഷിഖിൻ്റെയും അതുപോലെ തന്നെ പുൽപ്പള്ളി സ്വദേശി നൗഷിദയുടെയും വിവാഹം കഴിഞ്ഞത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആഷിഖ് തിരികെ പോകുന്നതിന് മുമ്പ് പ്രീതമയ്ക്കൊപ്പം ഒരു മധുവിധു യാത്ര ആഗ്രഹിച്ചിരുന്നു. കോവളത്തെ തിരമാലകളും കന്യാകുമാരിയിലെ അസ്തമയവും കണ്ട് മടങ്ങാമെന്ന മോഹവുമായി അവർ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചതായിരുന്നു. വീട്ടിൽ നിന്നും കൊടുവായൂർ വരെ ആഷിഖിൻ്റെ ഉപ്പയുടെ പേര് നിസാമുദ്ദീനാണ്. അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. പാലക്കാട് നിന്നും വോൾവോ ബസ്സിലായിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള അവരുടെ യാത്ര. ഇന്നലെ രാവിലെ തിരുവനന്തപുരം എത്തിയപ്പോൾ വിളിച്ചിരുന്നു എന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. എന്നാൽ പിന്നീട് കേട്ടത് നൗഷിദയുടെ മരണവിവരമായിരുന്നു എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. നടപ്പാതയിലൂടെ നടന്നു നീങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ച് ഇരുവർക്കും പരിക്കേറ്റു എന്ന് മാത്രമാണ് ആദ്യം ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നൗഷിദ മരണത്തിന് കീഴടങ്ങിയിരുന്നു. തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ആഷിഖ് നൗഷിജയുടെ മരണവിവരം ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാവിലെ 10:30-നാണ് ഈ ഒരു അപകടം നടന്നത്. കുറുവൻകോട്ട് ഭാഗത്ത് നിന്ന് കവടിയാറിലേക്ക് പോകുകയായിരുന്ന കാറ് ആർമി സ്കൂളിന് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ നൗഷിദയെയും സംഘത്തെയും ഇടിച്ച് തെറിപ്പിച്ച ശേഷം സ്കൂട്ടറിലേക്കും 2 കാറിലേക്കും ഇടിച്ചിട്ടാണ് നിന്നത്. അത്രയ്ക്കും വലിയ ഒരു അപകടമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. ആ നിയന്ത്രണം വിട്ട കാർ 2 സ്കൂട്ടറിനും അതുപോലെ തന്നെ ഒരു കാറിനും ഇടിച്ചതിന് ശേഷമാണ് അവിടെ നിലയുറപ്പിച്ചത്. ആ സമയത്ത് തന്നെ നൗഷിജ എന്ന് പറയുന്ന സഹോദരി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞിരുന്നു. ആഷിഖിനെയും നൗഷിജയെയും കൂടാതെ നൗഷിജയുടെ ബന്ധുവായ അസ്മ ഉൾപ്പെടെ 6 പേർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് പുറമെ 6 പേർ കൂടിയും ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ആന്തരിക അവയവത്തിന് ഗുരുതരമായി പരിക്കേറ്റ ആഷിഖിനെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ മാസം 16-ന് തിരിച്ച് വിദേശത്തേക്ക് പോകേണ്ട ആഷിഖിന് സ്വന്തം പ്രിയതമയുടെ മയ്യത്ത് കാണാൻ പോലുമുള്ള ഒരു യോഗമുണ്ടായില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ദുഃഖമാണ്. ചിരിച്ചു കളിച്ച് യാത്ര പോയ ഈ 2 കൂട്ടരുടെയും മയ്യത്ത് സ്വീകരിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്യന്തം ദയനീയമാണ്, അതുപോലെ തന്നെ സങ്കടകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ നൗഷിജ എന്ന് പറയുന്ന സഹോദരി നമ്മെ വിട്ട് പിരിയുമ്പോൾ ബാക്കിയാക്കുന്നത് തോരാത്ത കണ്ണീരും അതുപോലെ തന്നെ മുറിയാത്ത ഒരുപാട് മുറിവുകളുമായിട്ടാണ് നൗഷിജ നമ്മെ വിട്ട് പിരിയുന്നത്. ആഷിഖിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിനോട് ഇതുവരെ അവരുടെ പ്രിയതമ മരണപ്പെട്ടു എന്ന വിവരം ഇതുവരെ കൈമാറാൻ വേണ്ടി ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഉറ്റ സുഹൃത്തുക്കൾക്കും ഒന്നും സാധിക്കുന്നില്ല. അദ്ദേഹം നിരന്തരം നൗഷിജയെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു അപകടത്തിൻ്റെ കാരണം ഉയർന്ന രക്തസമ്മർദ്ദമാണ്. അതുകൊണ്ട് തന്നെയാണ് വാഹനം ഓടിച്ചിരുന്ന സമയത്ത് താളം തെറ്റിയിട്ട് വാഹനം ഇടിച്ച് കയറിയത് എന്നാണ് ഡ്രൈവറായ മോഹൻ തോമസ് എന്ന് പറയുന്ന ആൾ പോലീസിന് ഇപ്പോൾ കൈമാറിയ മൊഴി എന്ന് പറയുന്നത്. കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് സുഖമാവുന്ന സമയത്ത് തീർച്ചയായിട്ടും പോലീസുകാർ വിദഗ്ധമായ അല്ലെങ്കിൽ വളരെ വ്യക്തമായ തെളിവുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് തേടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ വളരെ സങ്കടം തന്നെയാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട സൂക്കേടൊക്കെ ഉള്ള ആൾക്കാർ, അസുഖമുള്ള ആൾക്കാരൊന്നും ഒരിക്കലും വാഹനം ഓടിക്കാൻ വേണ്ടി പാടില്ല. കാരണം വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇത്തരത്തിൽപ്പെട്ട അത്യാഹിതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1 അല്ല 2 അല്ല ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടമാകും. ഈ ഒരു അപകടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കല്യാണം കഴിഞ്ഞ് മധുവിധു ആഘോഷിക്കാൻ വേണ്ടി പോയ ആ മകളടക്കം
തീർച്ചയായിട്ടും 6 പേർ ഇപ്പോൾ ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ആഷിഖിൻ്റെ നിലയും അതുപോലെ തന്നെ വളരെ ഗുരുതരമായി തുടരുകയാണ്. വളരെ സങ്കടം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ആ ഫാമിലിക്ക് നമുക്ക് ഇനി ഒന്നും തിരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട അസുഖങ്ങളുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഡ്രൈവർ ജോലി എടുക്കുന്നത് വളരെ വലിയ ഒരു റിസ്ക് ഏറ്റെടുക്കലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ തല മിന്നുന്നതിലേക്ക് പോവുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് വാഹനം പിടിച്ചെടുത്തൽ കിട്ടുന്നില്ല. ആ വാഹനം 2 ബൈക്കിലേക്ക് ഇടിക്കുന്നു, അതുപോലെ തന്നെ മറ്റൊരു കാറിലേക്ക് ഇടിക്കുന്നു. സംഭവ സ്ഥലത്ത് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുന്നു. അവരെല്ലാവരും 6 പേരും അസ്മയടക്കം, അസ്മ എന്ന് പറയുന്ന അവരുടെ കുടുംബ സുഹൃത്തിനെ സന്ദർശിച്ച് വരുന്ന വഴിക്കാണ് ഫുട്പാത്തിൽ വെച്ചിട്ട് ഇത്തരത്തിൽപ്പെട്ട ഒരു വലിയ അപകടമുണ്ടാവുന്നത്. വളരെ സങ്കടം നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ്. ആ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടു കൂടി മധുവിധ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മകളെയും അതുപോലെ തന്നെ അവരുടെ മകളുടെ ഭർത്താവായ ആഷിഖിനെയും പറഞ്ഞയച്ചതാണ്. തിരിച്ചു വരുന്നത് ചേതനയറ്റ വെള്ളം പുതച്ച ഒരു മൃതശരീരമാണ് എന്ന് കേൾക്കുമ്പോൾ, ഒരു മയ്യത്താണ് സ്വീകരിക്കേണ്ടി വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു നാടും അതുപോലെ തന്നെ നാട്ടാരും അതുപോലെ തന്നെ കുടുംബക്കാരും എല്ലാം സങ്കടത്തിൻ്റെ ആയത്തിലാണ്. ആ സങ്കടം തീർത്തു കൊടുക്കാൻ നമുക്കൊന്നും കഴിയുകയില്ല. തീർച്ചയായിട്ടും ആ മരിച്ച നൗഷിജയുടെ കുടുംബത്തിന് പടച്ച തമ്പുരാൻ ക്ഷമ നൽകട്ടെ, അവരുടെ ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആഷിഖിന് എത്രയും പെട്ടെന്ന് രോഗം ഭേദപ്പെട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നൗഷിജയുടെ മരണവാർത്ത അറിയുന്ന സമയത്ത് ആ വേദന സഹിക്കാനുള്ള എല്ലാ കഴിവും റബ്ബ് അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട വാർത്തകൾ ഒരുപാട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന ആൾക്കാരൊക്കെ വളരെ സംയമനത്തോടു കൂടി വളരെ സ്പീഡൊക്കെ കുറച്ച് തീർച്ചയായിട്ടും നമുക്ക് എപ്പോൾ പോയാലും എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ക്ഷമ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണം. പഠിച്ച തമ്പുരാൻ എല്ലാവർക്കും ക്ഷമ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഞാൻ നൗഷിജയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ ആഷിഖിൻ്റെ കുടുംബത്തിനും എല്ലാം ക്ഷമ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.